ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതുപോലുള്ള ഒരു സോഷ്യൽ മീഡിയ ആണ് ട്വിറ്റർ. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളൊക്കെ റിച്ച് ആയിട്ടുള്ള ഫേസ്ബുക്ക്, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം ഇതിനേക്കാളൊക്കെ റിച്ച് ആയിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ആണ് നമ്മുടെ ട്വിറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ട്വിറ്റർ, പലർക്കും ഈ ഒരു ട്വിറ്ററിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ഇത് മിനിസ്റ്റർമാരും അതുപോലെ തന്നെ വലിയ സെലിബ്രിറ്റീസൊക്കെ ഉപയോഗിക്കുന്ന ഒരു പേഴ്സണലായിട്ടുള്ള ഒരു സംഭവമാണ് എന്നൊക്കെ എല്ലാവരും വിചാരിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും. ഇത് സാധാ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ പോലെയുള്ള ഒരു സോഷ്യൽ മീഡിയ ആണ്. കൂടുതൽ ഇത് അറേബ്യൻ രാജ്യങ്ങളിലാണ് ഈ ഒരു ട്വിറ്റർ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ട്വിറ്ററിൽ നമുക്ക് കയറി കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് മിനിസ്റ്റർമാർ അതുപോലെ തന്നെ സെലിബ്രിറ്റീസിനൊക്കെ കാണാൻ കഴിയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു എളുപ്പത്തിൽ ഒരു ട്വിറ്റർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഫേസ്ബുക്കൊക്കെ തുടങ്ങുന്ന അതേ പ്രോസസ്സാണ് ഇതിനുള്ളത്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ട്വിറ്റർ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ട്വിറ്റർ എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മൾ കൂടുതലായിട്ട് മലയാളികൾ ഇൻസ്റ്റഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് ആക്റ്റീവായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ട്വിറ്ററിൽ കൂടുതലായിട്ട് നമുക്ക് മലയാളികളെ കാണാൻ സാധിക്കില്ല. ഇതിൽ മലയാളികൾ കൂടുതലായിട്ട് സെലിബ്രിറ്റീസ് അതുപോലെ തന്നെ മിനിസ്റ്റർമാർ അങ്ങനെയുള്ള വലിയ ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മളെ പ്രധാനമന്ത്രി മുതൽ എല്ലാ മന്ത്രിമാരും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പല മാധ്യമങ്ങളും നമുക്ക് പങ്കുവെക്കുന്നതായിട്ട് കാണാം. ട്വിറ്ററിൽ ഇന്ന മന്ത്രി ഇന്നത് പങ്കുവെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസ് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മീഡിയയാണിത്. അപ്പോൾ നമുക്ക് ഈ ഒരു അക്കൗണ്ട് എങ്ങനെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ഇതുപോലെ ചുവന്ന കളറിലാണ് സബ്സ്ക്രൈബ് ബട്ടൺ കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അതിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ പ്രത്യക്ഷപ്പെടും. ആ ബെല്ലൈക്കനിലൊന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ഇതുപോലെ 3 ഓപ്ഷൻസ് വരും. ഇതിൽ ഓൾ എന്നുള്ള മുകളിലുള്ള ഓപ്ഷനിലൊന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നല്ല ഉഷാറായിട്ട് അടിയിൽ ഇങ്ങനെ കിടന്നോളും. അപ്പോൾ ഇത് എനിക്ക് ഉപകാരമാണ്, നിങ്ങൾക്ക് ഉപകാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങാനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ട്വിറ്റർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇതിലാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ലോഡായിട്ട് ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും ആദ്യം വരിക. അവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫോൺ നമ്പർ ആണെങ്കിൽ OTP വരും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫോൺ നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തു. ശേഷം ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. ശേഷം ഒരു OTP വരും. ആ OTP കോഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് OTP വന്നിട്ടുണ്ട്. ആ OTP ഞാൻ അവിടെ അടിച്ചു കൊടുക്കുകയാണ്, പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ കൊടുത്താൽ ഇതുപോലെ ഒരു പേജ് വരും. ഇവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ. അതിനുശേഷം നിങ്ങൾക്ക് പാസ്വേഡ് ആയതുകൊണ്ടാണ് കാണിച്ചു തരാത്തത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ പ്ലസിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഫോട്ടോ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഗ്യാലറിയിൽ നിന്ന് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഗ്യാലറിയിൽ നിന്ന് ചൂസ് ചെയ്തു. ശേഷം ഓക്കെ കൊടുത്തു. അങ്ങനെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിൻ്റെ ശേഷം മറ്റൊരു പേജ് വരും. ഇതുപോലൊരു പേജ് വരും. ഇതിവിടെ ബയോ ഒക്കെ കൊടുക്കാനാണ്. അതൊക്കെ സ്കിപ്പ് ചെയ്ത് കളയുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക. ശേഷം സ്കിപ്പ് ചെയ്ത് ഇവിടെ ഇതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുകയാണ്. നോട്ട് നോ കൊടുത്തിട്ട് സ്കിപ്പ് ചെയ്ത് കളയുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ ലാംഗ്വേജ് സെറ്റ് ചെയ്യാണ്ട് ഞാനിവിടെ ഇംഗ്ലീഷ് കൊടുക്കുകയാണ്. അങ്ങനെ ഇംഗ്ലീഷ് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്ത് കളയുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. പിന്നെ കുറച്ച് ആൾക്ക് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ടവരൊക്കെ ഫോളോ ചെയ്യാം. ഞാൻ ഇവിടെ നെക്സ്റ്റ് കൊടുത്ത് പോവുകയാണ്. അങ്ങനെ നെക്സ്റ്റ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങാനായിട്ട്. വളരെ സിമ്പിളാണ്. ഇനി ഇതുപോലെ നമുക്ക് ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. അധികം കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലെയൊന്നും ലോഗൗട്ട് ചെയ്ത് വേറെ അക്കൗണ്ട് എടുക്കുക, അതൊക്കെ എല്ലാ ഓപ്ഷനും ഇവിടെ ഉണ്ട്. സ്റ്റോറി കൊടുക്കാനുള്ളത്, അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ളത്. നമുക്കിനി ഗെറ്റ് സ്റ്റാർട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കതവിടെ ഒരുപാട് ആളുകളെ കാണാം, അവരൊക്കെ ഫോളോ ചെയ്യാം. അപ്പോൾ അവരുടെ നമ്മുടെ ഫോട്ടോസ്, വീഡിയോസൊക്കെ നമുക്ക് കാണാം. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ സാധാ ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ട്വിറ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എങ്ങനെയാണ് ഒരു
ട്വിറ്റർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഗ്രോത്തിലേക്ക് കയറുക. അപ്പോൾ ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ ഇട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫ്രണ്ട്സ്.